ഉണ്ട് സാർ. ഓക്കെ. അപ്പോൾ നോക്കുക, നമ്മൾ ഈ പാഠത്തിൽ ആദ്യം പഠിച്ച സെക്ഷൻ്റെ പേരെന്തുമായിരുന്നു അതുല്യേ? സ്ക്വയേഴ്സ് ഓഫ് സംസ്. അവിടെ നമ്മൾ എന്തോ ഒരു ഇക്വേഷൻ പഠിച്ചില്ലായിരുന്നു, ഒരു ഐഡന്റിറ്റി, അതൊന്ന് പറയാമോ? x plus y the whole square is equal to x square plus 2xy plus y square. അപ്പോൾ അവിടോട്ട് എഴുതിക്കോളൂ, എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2xy. അതിനെ ഇക്വേഷൻ നമ്പർ 1, സമവാക്യം 1 എന്ന് വിളിക്കാം. എഴുതിയോ എല്ലാവരും? എഴുതി സാർ. ഓക്കെ. അനീറ്റ മാഡം, നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ ഇതുപോലൊരു ഇക്വേഷൻ പഠിച്ചില്ലായിരുന്നു, അതെന്തുമായിരുന്നു? x minus y the whole square is equal to x square minus x square plus y square is equal to 2xy minus 2xy. 2xy. ഇക്വേഷൻ നമ്പർ 2. ഇത് രണ്ടെണ്ണമാണ് ഞാൻ ആ 2 വരി വിടാൻ പറഞ്ഞിടത്തോട്ട് നിങ്ങൾ എഴുതേണ്ടത്. എഴുതിയോ? എഴുതി സാർ. ഓക്കെ. ഇനി പറയാൻ പോകുന്നത് നിങ്ങളുടെ നോട്ടിലുണ്ട്, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി. ഞാൻ ഈ ഇക്വേഷൻ നമ്പർ 1ഉം ഈ ഇക്വേഷൻ നമ്പർ 2ഉം കൂടെ ഒന്ന് കൂട്ടുന്നു, ആഡ് ചെയ്യുന്നു. എങ്ങനെയാണ് 2 ഇക്വേഷൻ ആഡ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, LHS ആഡ് ചെയ്ത് LHS ആയിട്ട് എഴുതുക, RHS ആഡ് ചെയ്ത് RHS ആയിട്ട് എഴുതുക. നിങ്ങൾ LHS എന്ന വാക്ക് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട് സാർ. എന്തോ LHS? ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. അപ്പോൾ 1ന്റെ LHSഉം 2ന്റെ LHSഉം കൂടെ ആഡ് ചെയ്ത് LHS ആയിട്ട് എഴുതുക. അപ്പോൾ നോക്കിക്കോ, എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ ഈക്വൽ. ഇനി 1ന്റെ RHSഉം 2ന്റെ RHSഉം കൂടെ ആഡ് ചെയ്ത് RHS ആയിട്ട് എഴുതുക. അപ്പോൾ നോക്കിക്കോളൂ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2xy പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2xy. ഈ സ്റ്റെപ്പിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഈ സ്റ്റെപ്പിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ആരും മിണ്ടുന്നില്ല. ഇപ്പൊ ഞാൻ എഴുതിയ 3ാമത്തെ സ്റ്റെപ്പിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. ഇല്ല സാർ. നിങ്ങൾ ഈ വലതുവശത്ത് നോക്കാവുന്നുണ്ടെങ്കിൽ ഒരു പ്ലസ് 2xy ഉണ്ട്, ഒരു മൈനസ് 2xy ഉണ്ട്. ഇത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്ത് കളയാമോ? ക്യാൻസൽ ചെയ്ത് കളയാമോ? ഇതുകൊണ്ട് പിന്നെ മിണ്ടുന്നില്ല. ഇത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്ത് കളയാമോ? കളയാം സാർ. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ ഈക്വൽ. നോക്കിക്കേ, എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ. എന്ത് വരും ആൻസർ? ഇതുകൊണ്ട് മിണ്ടുന്നില്ല. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ എന്ത് കിട്ടും? നിങ്ങളവിടെ എഴുതി വെച്ചിട്ടുണ്ടോ? നോക്കി പറഞ്ഞാലും മതി. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയർ ചക്കയാന്ന് വിചാരിക്കുക. അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ എന്ത് വരും? 2x. 2x സ്ക്വയർ എന്ത് വരും? അതുപോലെ വൈ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ കൂട്ടിയാൽ എന്തോ വരും മീരെ? ഉണ്ടെന്നില്ല. 2y square. 2y സ്ക്വയർ. ഒന്നുകൂടെ ഞാൻ ഈ എഴുതി ചിലപ്പോൾ 1-2 സ്റ്റെപ്പ് നിങ്ങളുടെ അതിനകത്ത് കാണത്തില്ല, നിങ്ങൾ പേടിക്കേണ്ട. എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ ഈക്വൽ. ശ്രദ്ധിക്കുക ദേവനാരായണ, ഈ വലതുവശത്ത് കിടക്കുന്ന റൈറ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്ന 2x സ്ക്വയർ 2y സ്ക്വയർ ഇതിനകത്ത് നിന്ന് ദേവനാരായണൻ ആരെയെങ്കിലും കോമൺ ആയിട്ട് പൊതുവായിട്ട് എടുക്കാൻ പറ്റുമോ? ആരെങ്കിലും അവിടെ കോമൺ ആയിട്ടേ ഒരേപോലുള്ള ആരെങ്കിലും ഉണ്ടോ വലതുവശത്ത്?
X ഉം Y ഉം. ഇപ്പോൾ രണ്ടിടത്തും ഒരുപോലെ വരണം. 2. 2 ഉണ്ട്. അപ്പം 2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 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 വൈ സ്ക്വയർ. ഞാനിതൊന്ന് തിരിച്ചെഴുതുന്നു. 2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ. ഈ സ്റ്റെപ്പ് നിങ്ങളുടെ ബുക്കിനകത്ത് നിങ്ങൾ എഴുതിയിട്ടുണ്ടോ? എഴുതിയിട്ടുണ്ടോ? ഉണ്ട് സാർ. ഉണ്ട്. ഉണ്ട് സാർ. ഇവിടം വരെ ഉണ്ടല്ലോ. ഇവിടം വരെ ഉണ്ടോ? ഉണ്ട്. ഐശ്വര്യ ഇല്ല. അനാമികെ, അത് കഴിഞ്ഞിട്ടുള്ള ആ സെന്റൻസ് ഒന്ന് വായിച്ചേ. അനാമിക ക്ലാസ്സിലില്ലയോ? പറയാം. ആ. Taking X and Y as different numbers in this we get related like. റിലേഷൻസ് ലൈക്ക്. അപ്പോൾ നോക്കാം, ഇപ്പം ഞാൻ ബോക്സിൽ വരച്ചിട്ടിരിക്കുന്ന ഈ എക്സ്പ്രഷനകത്ത് എക്സിനും വൈക്കും പകരം നമ്മൾ വ്യത്യസ്തങ്ങളായ വിലകൾ കൊടുക്കാൻ പോവാം. എല്ലാവരും നോക്കിക്കോണം. ഞാൻ 2 അങ്ങനെ തന്നെ നിർത്തി. എക്സിന് പകരം 2 കൊടുക്കുന്നു. അപ്പം 2 സ്ക്വയർ പ്ലസ് വൈക്ക് പകരം 1 കൊടുക്കുന്നു. അപ്പോൾ 1 സ്ക്വയർ ഈസ് ഈക്വൽ ടു ഒന്ന് പറഞ്ഞേ, നമ്മൾ സൈഡിലോട്ട് ചെയ്തിട്ട് എഴുതാം. 2 അവിടെ നിൽക്കട്ടെ. 2 സ്ക്വയർ എത്ര അനാമികയെ? ഇപ്പം അനാമിക അല്ലാന്ന് പറഞ്ഞേ. ഓക്കെ, ഹരിനാരായണ 2 സ്ക്വയർ എത്ര മോനെ? 4 പ്ലസ് 1 സ്ക്വയർ 1. അപ്പം 2 ഇൻറ്റു 4 പ്ലസ് 1 4 പ്ലസ് 1 5. 2 ഇൻറ്റു 5 10. അപ്പം ഇതിൻ്റെ വില എന്താണ്? 10. ഇത് തന്നെയാണോ നമുക്ക് ഇപ്പുറത്ത് ചെയ്യുമ്പോഴും കിട്ടുന്നത് നോക്കാം. എക്സിൻ്റെ വില 2, വൈയുടെ വില 1. അപ്പം എക്സ് പ്ലസ് വൈ, എക്സിൻ്റെ വില 2 3. അപ്പം 3 സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് വൈ, എക്സിൻ്റെ വില 2 1 സ്ക്വയർ. ശരിയാണോ നോക്കിക്കേ. 3ന്റെ സ്ക്വയർ എത്ര അതുല്യേ? 9 പ്ലസ് 1ന്റെ സ്ക്വയർ 1. അപ്പോൾ 9 പ്ലസ് 1 10. ആ 10 അല്ലേ നടുക്ക് എഴുതിയിരിക്കുന്നത്? ആണോ? ഓക്കെ. അപ്പോൾ ഇനിയും അനിയത്തെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സിൻ്റെ വില 3ഉം വൈയുടെ വില 2ഉം എടുക്കുന്നു. എക്സിൻ്റെ വില 3ഉം വൈയുടെ വില 2ഉം എടുക്കുന്നു. അപ്പം നോക്കിക്കോളൂ. 2 ഇൻറ്റു പറഞ്ഞോ 3 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം 26 ആണ്. ആ 26നെ തന്നെ നിങ്ങൾക്ക് ഇപ്പുറത്ത് വില കൊടുത്തെഴുതുമ്പോൾ എങ്ങനെ വരും? 5 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. ഓക്കെ. ഇനി അടുത്ത വരിയിൽ ഞാൻ എക്സിന് 5ഉം വൈക്ക് 1ഉം കൊടുക്കുന്നു. അപ്പോൾ മീര ഒന്ന് പറഞ്ഞാട്ടെ സ്റ്റെപ്പ്. 2 ഇൻറ്റു 5 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ഈസ് ഈക്വൽ ടു 52. അത് നമുക്ക് എങ്ങനെ എഴുതാം? 6 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ എഴുതാം. ഓക്കെ, ഒരെണ്ണം കൂടെ നമുക്ക് ഇവിടെ എഴുതാം. എക്സിൻ്റെ വില 6 എന്നും വൈയുടെ വില 4 എന്നും നമ്മൾ എടുക്കുന്നു. അപ്പോൾ ദേവനാരായണ നമ്മൾ എങ്ങനെ എഴുതും? ആ നോട്ടിൽ നോക്കിയാൽ പറഞ്ഞാൽ മതി. 2 ഇൻറ്റു 6 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ ഈസ് ഈക്വൽ ടു 104 ഈക്വൽ ടു
2 square. 10 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ. 2 square. ഒന്നുമില്ല, ഈ ബോക്സിനകത്ത് കിടക്കുന്ന ഈ ഇക്വേഷനകത്തിലോട്ട് എക്സിനും വൈക്കും പകരം നമ്മൾ പലവിധമായ വിലകൾ എന്ത് ചെയ്യുന്നു? പലവിധമായ വിലകൾ എന്ത് ചെയ്യുന്നു? പലവിധമായ വിലകൾ എന്ത് ചെയ്യുന്നു? കൊടുക്കുന്നു. പലവിധമായ വിലകൾ കൊടുത്ത് നമ്മൾ 1, 2, 3, 4 ലൈൻ നമ്മളിപ്പോൾ ഇവിടെ എഴുതി. ഇത് എഴുതിയതിനകത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇത് എഴുതിയതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. ഇല്ല. മക്കളെ ഒരു സെക്കൻഡ് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അടുത്ത വരിയായിട്ട് ഒരു സെക്കൻഡ് ഇതിൻ്റെ അടുത്ത വരിയിൽ എന്താണ്? ഇപ്പൊ ലാസ്റ്റിൽ ആരായിരുന്നു വായിച്ചത്? സാർ ഞാനാണ്. ഇയാളെ കാണാത്തോണ്ട് വിളിച്ചത്. ഓ ശരി ശരി. ആരായിരുന്നു മോനെ വായിച്ചത്? 6 ഇല്ല. മക്കളെ ആരായിരുന്നു ലാസ്റ്റ് വായിച്ചത്? ദേവനാരായണനോ? ആണ് സാർ. ഓക്കെ. ഐശ്വര്യ ഇല്ല. അനാമികയെ അതിന്റെ താഴെ ഒരു 3 വരി എഴുതിയിരിക്കുന്നുണ്ടോ അനാമികയെ? കണ്ടു സാർ. വായിച്ചാട്ടെ. സമയം കളയാതെ വായിക്ക്. അവിടെ എഴുതിയിരിക്കുന്ന സെന്റൻസ് ദസ് വാട്ട് എവർ സം ഓഫ് അനാമികേ. This whatever sum of 2 perfect square we take. Choice that can be That can be written as the sum of 2 അല്ല 2 other perfect square. അപ്പൊ ഈ എഴുതി വെക്കുന്നതിന്റെ അർത്ഥം എന്താന്ന് പറയാം. ഞാൻ പറയുമ്പോൾ ആ ബോക്സിലോട്ട് എല്ലാവരും ശ്രദ്ധിക്കണം. എക്സ് എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ നമ്പറാണ്, ഒരു എണ്ണൽ സംഖ്യയാണ്. അപ്പൊ എക്സ് സ്ക്വയറോ? ഞാൻ മൊത്തത്തിലാണ് ചോദിക്കുന്നത്. അപ്പൊ എക്സ് സ്ക്വയറോ? നാച്ചുറൽ നമ്പറിന്റെ സ്ക്വയറിന് പറയുന്ന പേരെന്തുവാന്ന് ഒന്നാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പെർഫെക്റ്റ് സ്ക്വയർ. അപ്പൊ എക്സ് സ്ക്വയർ ഒരു പെർഫെക്റ്റ് സ്ക്വയർ. ഇനി വൈ എന്ത് നമ്പരാ? വൈ എന്ത് നമ്പരാണ് പിള്ളേരെ? വൈ എന്ത് നമ്പരാ? നാച്ചുറൽ നമ്പർ. നാച്ചുറൽ നമ്പരാ. അപ്പൊ വൈ സ്ക്വയർ എന്ത് നമ്പരായിരിക്കും ഹരിനാരായണ? പെർഫെക്റ്റ് സ്ക്വയർ. പെർഫെക്റ്റ് സ്ക്വയർ. അപ്പൊ 2 പെർഫെക്റ്റ് സ്ക്വയറിന്റെ സം അല്ലേ? 2 പെർഫെക്റ്റ് സ്ക്വയറിന്റെ സം അല്ലേ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുന്നത്? അതെ സർ. ഓക്കെ. ആ സമ്മിനെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു? ആ സമ്മിനെ, ആ പെർഫെക്റ്റ് സ്ക്വയറുകളുടെ സമ്മിനെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു? പിന്നെ വൈകിട്ടേ പോകത്തുള്ളൂ. എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു? എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു? 6 മണിയാകുമ്പോഴേ ക്ലാസ് കഴിയത്തുള്ളൂ, എന്നിട്ട് ചെയ്യാം. അപ്പോ 2 പെർഫെക്റ്റ് സ്ക്വയറുകളുടെ സമ്മിനെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു? എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു? കുഞ്ഞുങ്ങളെ നിങ്ങൾ മിണ്ടാതിരുന്ന കാര്യം നടക്കത്തില്ല. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുന്നത് 2 പെർഫെക്റ്റ് സ്ക്വയറിന്റെ സമ്മാണ്. അതിനെ LHSൽ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു? എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു? ഞാൻ LHSലെ കാര്യം, ഇടതുവശത്തെ കാര്യമാണ് ചോദിക്കുന്നേ. എത്ര കൊണ്ട് അതുല്യ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നേ? 2 കൊണ്ട്. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു.
ആ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ഉത്തരം എന്തിനോട് ഈക്വലാണ്? മറ്റ് രണ്ട് പെർഫെക്റ്റ് സ്ക്വയറുകളുടെ സമ്മിനോട് ഈക്വലാണ്. ഒന്നുകൂടെ, എക്സ് എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ നമ്പറാണ്. അപ്പോൾ അതിൻ്റെ സ്ക്വയറായ എക്സ് സ്ക്വയർ ഒരു പെർഫെക്റ്റ് സ്ക്വയറാണ്. വൈ എന്ന് പറയുന്ന ഒരു നാച്ചുറൽ നമ്പറാണ്. അപ്പോൾ അതിൻ്റെ സ്ക്വയറായ വൈ സ്ക്വയറും മറ്റൊരു പെർഫെക്റ്റ് സ്ക്വയറാണ്. എന്നിട്ട് ആ രണ്ട് പെർഫെക്റ്റ് സ്ക്വയറൂടെ ആ രണ്ട് പൂർണ്ണവർഗ്ഗങ്ങളൂടെ കൂട്ടിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരത്തിനെ എത്ര കൊണ്ട് ഗുണിക്കുന്നു? എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ഉത്തരം എന്തിനോട് ഈക്വലാണ്? മറ്റ് രണ്ട് പെർഫെക്റ്റ് സ്ക്വയറുകളുടെ സമ്മിനോട്, മറ്റ് രണ്ട് പൂർണ്ണവർഗ്ഗങ്ങളുടെ സമ്മിനോട് ഈക്വലാണ്. ഞാൻ പറഞ്ഞ കാര്യം എല്ലാവർക്കും ക്ലിയർ ആയോ? സാർ ഒന്നുകൂടെ പറയാമോ? ഒന്നുകൂടെ. എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ആരാണ്? മിണ്ടുന്നില്ല. 14. എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ആരാണ്? ഒരു പെർഫെക്റ്റ് സ്ക്വയറാണ്. വൈ സ്ക്വയർ ആരാ? പെർഫെക്റ്റ് സ്ക്വയർ. അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുന്നത് രണ്ട് പെർഫെക്റ്റ് സ്ക്വയറുകളുടെ സമ്മാണ്. ആ സമ്മിനെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആ കിട്ടുന്ന ഉത്തരം എന്തിനോട് ഈക്വലാണ്? മറ്റ് രണ്ട് പെർഫെക്റ്റ് സ്ക്വയറുകളുടെ സമ്മിനോട് ഈക്വലാണ്. ഇപ്പൊ ക്ലിയർ ആയോ? ക്ലിയർ ആയി സർ. ഓക്കെ, നമ്മൾ കുറച്ചുകൂടെ വലിയ നമ്പറുകൾ എടുക്കാൻ പോവാം. കുറച്ചുകൂടെ വലിയ നമ്പർ എടുത്തിട്ടുള്ളതാണ് വേണ്ട അടുത്ത 3 വരിയിലായിട്ട് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരായിട്ട് ആ വരി ഒന്ന് ഞാൻ പറയുന്നവരൊന്ന് വായിക്കണം കേട്ടോ. നോക്കിക്കോളൂ. അപ്പോൾ അടുത്ത വരിയിൽ അനീറ്റെ എക്സ് ആയിട്ട് 40ഉം വൈ ആയിട്ട് 20ഉമാണ് എടുത്തേക്കുന്നത്. ഒന്ന് വായിച്ചേ ആ സ്റ്റെപ്പ്. 2 into 40 into 40 square plus 20 square is equal to 4000 is equal to 60 square plus 20 square. 60 square plus 20 square. ഓക്കെ, അതിൻ്റെ അടുത്ത വരി ഒന്ന് വായിച്ചേ മീരേ. മീര. 2 into 14 square plus 18 square equal 16,000 16,000 is equal to 120യുടെ സ്ക്വയർ പ്ലസ് 40 സ്ക്വയർ. അടുത്തത് 2 into അടുത്ത വരി ദേവനാരായണൻ വായിച്ചേ. 2 into 80 സ്ക്വയർ പ്ലസ് 20 square is equal to 20 square is equal to 13,600 13,600 is equal to 100 square plus 16 square. ഓക്കെ, നമ്മൾ എക്സിനും വൈക്കും പകരം കുറച്ചുകൂടെ വലിയ നമ്പർ കൊടുത്തപ്പോഴും ഈ സംഗതി എന്തായിട്ട് കിട്ടുന്നുണ്ട്? കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. എന്തായിട്ട് വരുന്നുണ്ട്? വരുന്നുണ്ട്. ഓൾ സ്റ്റാൻഡപ്പ് ആ നോട്ട് എടുത്ത് വെച്ചിട്ട് സാധാരണ നമ്മൾ ക്ലാസ്സിൽ വായിക്കുന്നത് പോലെ. അപ്പം നമ്മളിപ്പോൾ തുടങ്ങിയ സ്റ്റെപ്പ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആർക്കെങ്കിലും ഓർമ്മയുള്ളവരെന്ന് പറഞ്ഞേ, എങ്ങനെ അനാമികയെ നമ്മൾ തുടങ്ങിയത് ഇന്നത്തെ ക്ലാസ്? ഓർമ്മയില്ല. ആദ്യം നമ്മൾ എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ എഴുതി. എന്തുവായിരുന്നു അനാമിക എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ? x square plus y square plus 2xy. ഇതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിച്ചു. ശേഷം ഹരിനാരായണ നമ്മൾ അടുത്ത ആരെ എഴുതിയായിരുന്നു?
ഹരിനാരായണൻ അടുത്ത നമ്മൾ ആരെ എഴുതിയായിരുന്നു? ഹരി പോയോ? ഹരി അല്ലേ? നമ്മൾ അടുത്ത ആരെ എഴുതിയായിരുന്നു? x minus y the whole square. അതെങ്ങനെ എഴുതിയെന്ന് പറഞ്ഞാട്ടെ. x square plus y square minus 2xy. ഇക്വേഷൻ നമ്പർ 2. Equation number 2. അപ്പൊ അനീറ്റ നമ്മൾ മുമ്പേ ചെയ്തത് ഈ 1ഉം 2ഉം കൂടെ എന്ത് ചെയ്യുമായിരുന്നു? ഇന്ന് തുടങ്ങിയപ്പോഴേ 1ഉം 2ഉം കൂടെ എന്തോ ചെയ്യുമായിരുന്നു? അതുകൊണ്ട് മിണ്ടുന്നില്ല. 1ഉം 2ഉം കൂടെ എന്ത് ചെയ്യുമായിരുന്നു? നിങ്ങളൊക്കെ ക്ലാസ്സിലുണ്ടോ അതോ മിണ്ടാതിരിക്കുവാണോ? എന്തോ ചെയ്യുമായിരുന്നു മീരെ നമ്മൾ ഇന്ന് ക്ലാസ് തുടങ്ങിയപ്പോൾ ഈ 2 ഇക്വേഷനൂടെ? ഒരുമിച്ച് എഴുതായിരുന്നു സാർ. ഒരുമിച്ച് എഴുതുമായിരുന്നോ? ആദ്യം അവിടെ എന്തോ ചെയ്തത് ഇത് രണ്ടും കൂടെ? അവിടെ നോക്കിക്ക് എന്തോ ചെയ്ത് വെച്ചേക്കുന്നേ? ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2ഉം കൂടെ എന്ത് ചെയ്തു? ആഡ് ചെയ്തു. എന്ത് ചെയ്തു? ആഡ് ചെയ്തു. ഇവിടെ നമ്മൾ ഇക്വേഷൻ നമ്പർ 1ൽ നിന്ന് ഇക്വേഷൻ നമ്പർ 2 ഒന്ന് കുറയ്ക്കാൻ പോവാം. ശ്രദ്ധിച്ചിരിക്കണം. അപ്പൊ എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2xy മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2xy. ദിസ് ഈസ് ഈക്വൽ ടു ആദ്യത്തെ ബ്രാക്കറ്റ് അതുപോലെ തന്നെ എഴുതുന്നു, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2xy. ഇനി ഈ നടുക്ക് വന്നിരിക്കുന്ന മൈനസിനൊരു ചെറിയ കുഴപ്പമുണ്ട്. എന്തോ കുഴപ്പമെന്ന് അറിയാമോ ആർക്കെങ്കിലും? ഈ മൈനസ് അത് ശേഷമുള്ള ബ്രാക്കറ്റിനകത്തോട്ട് ഇടിച്ചു കയറും കേട്ടോ. ഇടിച്ചു കയറി കഴിയുമ്പോൾ അവിടെ ഇപ്പോൾ പ്ലസ് ആയിട്ടുള്ളവരെല്ലാം മൈനസ് ആകും, മൈനസ് ആയിട്ടുള്ളവരെല്ലാം പ്ലസ്സും ആകും. അപ്പോൾ ഈ എക്സ് സ്ക്വയർ ആരാകും? ആരാകും? മൈനസ് എക്സ് സ്ക്വയർ ആകും. ഈ വൈ സ്ക്വയർ ആരാകും? ആരും മിണ്ടുന്നില്ല. മൈനസ് വൈ സ്ക്വയർ ആകും. ഈ മൈനസ് 2xy ആരാകും? ആരാകും? 2xy. വേണ്ടേ? പ്ലസ് എക്സ് സ്ക്വയറും മൈനസ് എക്സ് സ്ക്വയറും വെട്ടിപ്പോകും. പ്ലസ് വൈ സ്ക്വയറും മൈനസ് വൈ സ്ക്വയറും വെട്ടിപ്പോകും. 2xyയും 2xyയും കൂടെ കൂട്ടിയാൽ എന്തോ കിട്ടും ദേവനാരായണ? 2xy 2 ചക്കയാന്ന് വിചാരിക്കാം. അപ്പോൾ വീണ്ടും 2xy 2 ചക്ക. 2 ചക്ക അധികം 2 ചക്ക. 2 ചക്കയും 2 ചക്കയും കൂടെ കൂട്ടിയാൽ 2ഉം 2ഉം കൂടെ കൂട്ടി എത്ര? 2xy plus 2xy. അത് കൂട്ടിയാൽ എന്തോ വരുമെന്ന് ഞാൻ ചോദിച്ചത്. 2 ചക്ക അധികം 2 ചക്ക കൂട്ടിയാൽ എത്ര ചക്ക? 2 ചക്ക. 2 ചക്ക കയ്യിലുണ്ട്. അതിന്റെ കൂട്ടത്തിൽ 2 ചക്കയും കൂടെ വന്നാൽ മൊത്തം എത്ര ചക്കയാവും? 4 ചക്ക. അപ്പൊ ഇവിടുത്തെ ആൻസർ 4xy. 4xy കിട്ടിയോ? അപ്പൊ ഞാനൊന്ന് തിരിച്ചെഴുതുന്നു. 4xy ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ. ഇതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇത്രയും എഴുതിയതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല സാർ. പറഞ്ഞവനെ. ഇല്ല സാർ. അവിടെ എക്സ് സ്ക്വയറും വൈ സ്ക്വയറും രണ്ടെണ്ണം വെട്ടിയില്ലേ? 2xyയും 2xയും തമ്മിൽ വെട്ടത്തില്ലേ? ഇല്ല, രണ്ടും പ്ലസ് അല്ലേ? പ്ലസ് 2xyയും പ്ലസ് 2xyയും അല്ലേ? ഒന്ന് പ്ലസും ഒന്ന് മൈനസും ആണെങ്കിലല്ലേ ക്യാൻസൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ. ഇനി ഞാൻ ഇതിനകത്തിലോട്ട് വൈക്ക് പകരം 1 കൊടുക്കുന്നു. വൈക്ക് പകരം എത്ര കൊടുക്കുന്നു? 1. അപ്പൊ അനാമികെ വൈ ഉള്ളിടത്തെല്ലാം 1 കൊടുത്തു പറഞ്ഞ അനാമികെ. x plus y 4 into x into
വൈ ഉള്ളിടത്ത് 1 കൊടുക്കാനാ പറഞ്ഞേ. അപ്പോൾ 1 ഈക്വൽ എക്സ് പ്ലസ് വൈക്ക് പകരം 1 കൊടുക്കുന്നു. എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് വൈക്ക് പകരം 1 കൊടുക്കുന്നു. എക്സ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പൊ 4 ഇൻറ്റു എക്സ് ഇൻറ്റു 1 എത്ര ഹരി? ഹരി 4 ഇൻറ്റു എക്സ് ഇൻറ്റു 1 എത്രയാണ്? 4x ഈക്വൽ എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ. ഇത് മനസ്സിലായോ എല്ലാവർക്കും? ഇത് മനസ്സിലായോ എല്ലാവർക്കും? മനസ്സിലായി സർ. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ ഓക്കെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഞാൻ ഇതിനകത്തിലെ എക്സിന് പകരം ആദ്യമേ 2 എന്ന് വില കൊടുക്കാൻ പോവാം. എക്സിന് പകരം എത്ര കൊടുക്കാൻ പോവാണ്? എക്സിന് പകരം 2 എന്ന് വില കൊടുക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ അതുല്യേ ഈ രണ്ടാമത്തെ ബോക്സിനകത്തിൽ എക്സിന് പകരം 2 എന്ന് കൊടുക്കുന്നു വില പറഞ്ഞേ അതുല്യേ? 4 into 2 into 4 into 2 എത്ര? 4 into 2 എത്ര? 8 ഈക്വൽ ഇനി ഇവിടെ ഈ ബ്രാക്കറ്റ് അത് കൊടുത്തു പറ 2 plus 1 2 plus 1 the whole square 2 plus 1 എത്ര? 2 plus 1 എത്ര? 2 plus 1 എത്ര? 3. അപ്പൊ 3 സ്ക്വയർ മൈനസ് അടുത്ത 2 minus 1 x 2 minus 1 1 അപ്പോൾ 1 സ്ക്വയർ. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ എക്സിന് 3 കൊടുക്കുന്നു. എക്സിന് എത്ര കൊടുക്കുന്നു? 3 കൊടുക്കുന്നു. അനീറ്റെ ഈ രണ്ടാമത്തെ ബോക്സിനകത്തിൽ എക്സിന് പകരം 3 കൊടുത്തു എന്ന് പറഞ്ഞേ. 4 into 3. 4 into 3 എത്ര? 4 into 3 എത്ര? 12. 12 ഈക്വൽ 3 plus 1 4 സ്ക്വയർ മൈനസ് 3 minus 1 2 അപ്പോൾ 2 സ്ക്വയർ. ഇനി നമ്മൾ എക്സിന് 4 കൊടുക്കും. എക്സിന് 4 കൊടുത്തിട്ടുള്ള സ്റ്റെപ്പ് മീര എന്ന് പറഞ്ഞാട്ടെ. മീര ഇല്ല, ക്ലാസ്സിൽ ഇല്ലയോ? ഉണ്ട് സർ. പറഞ്ഞാട്ടെ. 4 into 4 16 ഈക്വൽ എക്സിന് 4 കൊടുത്ത് പറഞ്ഞേ 5 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ. ഇങ്ങനെ നിങ്ങൾക്ക് അങ്ങോട്ട് 5, 6, 7 ഒക്കെ കൊടുത്തെഴുതാം. ഇനി ഞാൻ പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. വേണ്ടി ഞാൻ ഈ പറയുന്ന നമ്പറുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇതെത്ര ഈ നമ്പര്? എത്ര ദേവനാരായണ? 8. എത്ര? 8. അടുത്ത നമ്പർ കണ്ടോ? ഇതെത്ര? 12. ഈ നമ്പർ കണ്ടോ? 16. ഈ നമ്പറുകൾക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? 8, 12, 16 എന്നീ നമ്പറുകൾക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? 4ന്റെ മൾട്ടിപ്പിൾ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു നോട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ആ നോട്ട് അനാമിക ഒന്ന് വായിച്ചാട്ടെ. These all multiple of ദിസ് അല്ല, 4 thus 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 starting with 8 can be written as the difference of two perfect squares. അപ്പൊ നോക്കാം, ഓൾ മൾട്ടിപ്പിൾസ് ഓഫ് 4, 4ന്റെ എല്ലാ മൾട്ടിപ്പിളുകളും എന്ന് പറയുമ്പോൾ 8, 12, ബാക്കി പറയുന്നുണ്ട് സ്റ്റാർട്ടിങ് വിത്ത് 8. എത്ര മുതലുള്ളവരുടെ കാര്യം പറയുന്നത്?
എത്ര മുതലുള്ള 8 തൊട്ട്. 8 മുതൽ. അപ്പൊ 8, 12, 16 ഇവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാൻ ബി റിട്ടൺ ആസ് ദി ഡിഫറൻസ് ഓഫ് two perfect squares. ആദ്യം നോക്കിക്കേ, 3 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ, അത് 2 പെർഫെക്റ്റ് സ്ക്വയറിന്റെ ഡിഫറൻസാ. 4 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ, അത് 2 പെർഫെക്റ്റ് സ്ക്വയറിന്റെ ഡിഫറൻസാ. 5 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ, അതും 2 പെർഫെക്റ്റ് സ്ക്വയറിന്റെ ഡിഫറൻസ് ആണ്. അപ്പൊ ഒന്നുകൂടെ വായിച്ച അനാമിക നോട്ട്. Thus all multiples of 4 starting with 8 can be written as the difference of 2 perfect squares. ഇത്രയും കാര്യം എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായി സർ. ഓക്കെ. അപ്പൊ അടുത്ത വരിയിൽ എഴുതിയിരിക്കുന്ന സംഗതി ഹരിനാരായണൻ ഒന്ന് വായിച്ചേ. എനി ഓഡ് നമ്പർ greater than 1 can be written as the difference of 2 perfect squares. ഇത് നമ്മൾ പുസ്തകത്തിലെ പേജ് നമ്പർ 45-ലെ 3-ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട്, എക്സസൈസ് 2-ലെ 3-ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മളിത് ചെയ്തു വെച്ചിട്ടുണ്ട്. അതായത് 1-നേക്കാൾ വലുതായ ഏതൊരു ഓഡ് നമ്പറിനെയും നമുക്ക് 2 പെർഫെക്റ്റ് സ്ക്വയറുകളുടെ എന്തായിട്ട് എഴുതാൻ പറ്റും? മിണ്ടുന്നില്ല. എന്തായിട്ട് എഴുതാൻ പറ്റും? അവിടെ ഒരു വാക്ക് കിടപ്പുണ്ട്. എന്തായിട്ട് എഴുതാൻ പറ്റും? ഡിഫറൻസ് ആയിട്ട് എഴുതാൻ പറ്റും. എന്തായിട്ട് എഴുതാൻ പറ്റും? അവിടെ നിങ്ങൾ സൈഡിലോട്ട് എഴുതിയിട്ടോ. എക്സസൈസ് 2 ആ നോട്ട് എഴുതി വെച്ചേക്കുന്നതിന്റെ സൈഡിലോട്ട് എഴുതുക. എക്സസൈസ് 2 പേജ് നമ്പർ 45 ക്വസ്റ്റ്യൻ നമ്പർ 3 ആ കണക്കിൽ നമ്മളിത് ചെയ്തു വെച്ചിട്ടുണ്ട്. ഓക്കെ. നമ്മൾ വീണ്ടും പുതിയൊരു കാര്യത്തിലേക്ക് പോകും. പേജ് നമ്പർ 45 എക്സസൈസ് 2 ക്വസ്റ്റ്യൻ നമ്പർ 3. നമ്മൾ വീണ്ടും ഒരു പുതിയ കാര്യത്തിലോട്ട് പോകാൻ പോവാണ്. അപ്പൊ അതേണ്ടേ അതുല്യേ, അത് കഴിഞ്ഞിട്ട് എഴുതിയിരിക്കുന്നു ഒന്ന് വായിച്ചേ അതുല്യേ. 4xy equal 4xy equals x plus y the whole square minus 4xy equal x plus y the whole square minus x minus y the whole square. ഇത് നമ്മൾ അല്പം മുമ്പേ പഠിച്ച കാര്യമാണോ? ഓക്കെ. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ. അങ്ങനെയാണെങ്കിൽ ഇതിനകത്തിൽ നിന്ന് എക്സ് വൈയുടെ വില എന്ന് പറയുന്നത് 1/4 ഇൻറ്റു എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ മൈനസ് 1/4 ഇൻറ്റു എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ ആണോ? എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. ആദ്യം നമ്മൾ 4xyയുടെ വില എഴുതി. അവിടുന്ന് ഈ എക്സ് വൈയുടെ വില എഴുതിയപ്പോൾ എങ്ങനെയാണ് ഈ വലതുവശത്തുള്ള 2 പേരുടെ കൂടെ 1/4 വന്നത്? ആർക്കെങ്കിലും അറിയാമോ? ഇല്ല. അതുകൊണ്ട് ഇവിടെ ഒരു 4 മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നത് കണ്ടോ? ആ 4 അടുത്ത സ്റ്റെപ്പിൽ വലതുവശത്ത് കൊണ്ടുപോകുമ്പോൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന ആളിനെ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ എന്ത് ചെയ്യണം? എന്നെ നേരെ ഓപ്പോസിറ്റ് ചെയ്യണം. എന്തോ ഓപ്പോസിറ്റ്? ഗുണിക്കുന്നതിന്റെ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് വിപരീതം എന്തുവാ? ഡിവൈഡ് ചെയ്യുക, ഹരിക്കുക. 4 കൊണ്ട് ഹരിക്കുന്നതിന് പകരമാണ് 1/4 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിവൈഡ് അല്ല, 1/4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരമാണ് 1/4 കൊണ്ട് എന്ത് ചെയ്യുന്നത്? മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു സ്റ്റെപ്പ് കൂടെ എഴുതാം. ശരിയാണോ നിങ്ങൾ പറയണം. എക്സ് വൈ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ
by 2 the whole square minus x minus y by 2 the whole square എന്ന് എഴുതിയാൽ ശരിയാണോ? ശരിയാണ് സാർ. എങ്ങനെ ശരിയാണ് സാർ. മനസ്സിലായി? എങ്ങനെ മനസ്സിലായി ശരിയാന്ന്? ഇവിടെ ഒരു 1/4 ഇല്ലായിരുന്നോ? അതിവിടെ കാണുന്നില്ലല്ലോ 1/4. ഈ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന 2ന്റെ സ്ക്വയർ എടുക്കുമ്പം എത്ര വരും? 4 വരും. ഇവിടെയും ഈ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന 2ന്റെ സ്ക്വയർ എടുക്കുമ്പോൾ ആരെ കിട്ടും? 4 കിട്ടും. ഓക്കെ. അതുകൊണ്ട് ഇതിനെക്കുറിച്ചൊരു നോട്ട് അടുത്ത വരിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അനിയത്തി ഒന്ന് വായിച്ച് ആ നോട്ട്. The product of any two numbers is the difference of the square of half their sum and half their difference. അപ്പൊ നോക്കാം. The product of any two numbers. X ഒരു നമ്പറാണ്, Y ഒരു നമ്പറാണെങ്കിൽ എക്സ് വൈ എന്ന് വെച്ചാൽ ആ 2 നമ്പറുകളുടെയും പ്രോഡക്റ്റ് എന്നാണ് അർത്ഥം. ഈ പ്രോഡക്റ്റ് എന്തിനോട് ഈക്വൽ ആണെന്നാണ് പറയുന്നത്? ഈ നടുക്കൊരു മൈനസ് കിടക്കുന്നതിൻ്റെ അർത്ഥം ഡിഫറൻസ്, വ്യത്യാസം. ആരുടെ? ആ 2 നമ്പറുകളുടെയും സമ്മിൻ്റെ ഹാഫിൻ്റെ സ്ക്വയറിൻ്റെയും ആ 2 നമ്പറുകളുടെ ഡിഫറൻസിൻ്റെ ഹാഫിൻ്റെ സ്ക്വയറിൻ്റെയും ഡിഫറൻസിനോട് ഈക്വലാണ്. ഒന്നുകൂടെ, എക്സും വൈയും 2 നമ്പരാണ്. അപ്പോൾ എക്സ് വൈ എന്ന് എഴുതി വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? എക്സ് വൈ എന്ന് എഴുതി വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? ആ 2 നമ്പറിൻ്റെയും സ്ക്വയർ. യോ അല്ല, എക്സ് വൈ എന്ന് വെച്ചാൽ ആ 2 നമ്പറിൻ്റെയും പ്രോഡക്റ്റ് എന്നർത്ഥം. ആ പ്രോഡക്റ്റ്, ആ ഗുണനഫലം എന്തിനോട് ഈക്വലാണ്? ആ 2 നമ്പറിൻ്റെയും സമ്മ, തുക. അതാണ് എക്സ് പ്ലസ് വൈ. അതിനെ 2 കൊണ്ട് ഹരിച്ചാൽ അതിൻ്റെ പകുതി കിട്ടും. ആ പകുതിയുടെ സ്ക്വയറും ആ 2 നമ്പറുകളുടെ ഡിഫറൻസ്, വ്യത്യാസം, അതാണ് എക്സ് മൈനസ് വൈ. ബൈ 2 ചെയ്യുമ്പം അതിൻ്റെ പകുതി കിട്ടും. ആ പകുതിയുടെ സ്ക്വയറും തമ്മിലുള്ള എന്തിനോട് ഈക്വലാണ്? ഡിഫറൻസിനോട് ഈക്വലാണ്. അപ്പോൾ അനിയത്തെ ഒന്നുകൂടെ വായിച്ചാൽ നോട്ട്. The product of any two numbers is the difference of the square of half their sum and half their difference. ഹാഫ് ദെയർ ഡിഫറൻസ്. ഇത് നമുക്കറിയാം, എക്സ് എന്ന് കണക്കിൽ എഴുതിയാൽ അതിൻ്റെ അർത്ഥം എക്സ് ഇൻറ്റു 1 എന്നല്ലേ അർത്ഥം? ആണോ? എക്സ് എന്ന കണക്കിൽ എഴുതിയാൽ അതിൻ്റെ അർത്ഥം എക്സ് ഇൻറ്റു 1 എന്നല്ലേ? അതെ സർ. ഈ മുകളിൽ എഴുതി വെച്ചിരിക്കുന്നതിനകത്ത് നമ്മൾ വൈയുടെ സ്ഥാനത്തോട്ട് എത്ര എന്ന് കൊടുക്കുന്നു? 1 എന്ന് കൊടുക്കും. അപ്പൊ ഒന്ന് പറഞ്ഞാട്ടെ, എക്സ് ഇൻറ്റു 1 ഈക്വൽ വൈയുള്ളിടത്തെല്ലാം 1 കൊടുത്ത് പറയുക. എക്സ് പ്ലസ് 1 മിണ്ടുന്നില്ല. എക്സ് പ്ലസ് 1 ബൈ 2 ദ ഹോൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 1 ബൈ 2 ദ ഹോൾ സ്ക്വയർ. എക്സ് ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ എക്സ് അല്ലേ? അപ്പൊ എക്സ് ഈക്വൽ എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 1 by 2 by the whole square. ഇത് പഠിച്ചു വെച്ചോണം. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു സംഗതിയാണ്. ഇത് വെച്ച് നമുക്ക് 2-3 എക്സാമ്പിൾ അതിൻ്റെ താഴെ ചെയ്യാനുണ്ട്. ഓൾ സ്റ്റാൻഡപ്പ് ഇത്രയൊന്ന് വായിച്ചു നോക്കുക. മനസ്സിലാകുന്നെങ്കിൽ ഇരിക്കാം, ഡൗട്ട് ഉണ്ടെങ്കിൽ നിന്നിട്ട് എന്നോട് പറയണം സാധിക്കുന്നത്. വേണ്ടേ? ആദ്യത്തെ ചോദ്യം നമ്മുടെ ഇപ്പം ലാസ്റ്റിൽ ആരായിരുന്നു വായിച്ചത്? അനീറ്റയായിരുന്നു. മീര ഒന്ന് വായിച്ചേ ആദ്യത്തെ ചോദ്യം. എക്സ്പ്രസ് ദ നമ്പർ express the number
മീര പോയോ? Express the number ആ 11 as the difference of two perfect square. ഇങ്ങനെയാണ് പരീക്ഷയ്ക്ക് ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ എന്തോ മീര ചോദ്യത്തിന് അർത്ഥം? എക്സ്പ്രസ് ദ നമ്പർ 11 ആസ് ദ ഡിഫറൻസ് ഓഫ് ടു പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. അർത്ഥം പറഞ്ഞേ. എന്തോ അർത്ഥം? 11 എന്ന് പറയുന്ന നമ്പറിനെ രണ്ട് പെർഫെക്റ്റ് സ്ക്വയറുകളുടെ എന്തായിട്ട് എഴുതുക? Difference. ഒന്നുമില്ല. അതുകൊണ്ട് ഈ ബോക്സിനകത്തിൽ ഇപ്പൊ അവസാനം എഴുതി വെച്ചിരിക്കുന്ന ബോക്സിനകത്തിലെ എക്സിന്റെ സ്ഥാനത്തോട്ട് എത്ര എന്ന് കൊടുത്താൽ മതി? 11. ഒന്ന് കൊടുത്തു പറഞ്ഞേ മീരെ. 11 ഈക്വൽ പറ വച്ചേ. 11 plus 1 ബൈ 2 ദ ഹോൾ സ്ക്വയർ the whole മൈനസ് 11 by 11 മൈനസ് 1 ബൈ 2 ദ ഹോൾ സ്ക്വയർ. 11 പ്ലസ് 1 എത്ര? 12. അപ്പൊ 12 ബൈ 2 ദ ഹോൾ സ്ക്വയർ The whole മൈനസ് square. 11 1 കുറച്ചാൽ 10. 10 ബൈ 2 ദ ഹോൾ സ്ക്വയർ. 12 ബൈ 2 പറഞ്ഞോ. 24. 24 12 ബൈ 2 അല്ല, 6. 6 സ്ക്വയർ മൈനസ് 10 ബൈ 2 5. നോക്കിക്കേ. 11 നമ്മൾ രണ്ട് പെർഫെക്റ്റ് സ്ക്വയറിന്റെ ഡിഫറൻസ് ആയിട്ട് എഴുതിയോ? ഇപ്പം എഴുതിയോ? എഴുതി സാർ. 6ന്റെ സ്ക്വയർ എത്ര? 36. 5ന്റെ സ്ക്വയർ 25. 36 25 കുറച്ച് പറഞ്ഞേ. 11. അപ്പൊ നമ്മൾ 11 രണ്ട് പെർഫെക്റ്റ് സ്ക്വയറിന്റെ ഡിഫറൻസ് ആയിട്ട് എഴുതിയോ? എഴുതി. ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം ദേവനാരായണൻ ഒന്ന് വായിച്ചേ. Express the number 10 as the difference of two perfect squares. അപ്പൊ രണ്ട് പെർഫെക്റ്റ് സ്ക്വയറിന്റെ ഡിഫറൻസ് ആയിട്ട് നമ്മൾ ആരെ എഴുതണം? 10 എഴുതണം. അപ്പൊ എന്താ മാർഗം? ഈ ബോക്സിൽ കിടക്കുന്ന ഇക്വേഷനകത്തിലോട്ട് എക്സിന്റെ സ്ഥാനത്ത് എത്ര കൊടുക്കണം? 10 കൊടുത്തു എന്ന് പറഞ്ഞ ദേവനാരായണ. 10 10 is equal to 10 plus 1 by 2 the whole square is equal to അല്ലല്ല മൈനസ് 10 മൈനസ് 1 by 2 the whole square by 2 the whole square. 10നോട് ഒന്നുകൂടെ കൂട്ടി എത്ര കിട്ടും? 10നോട് ഒന്നുകൂടെ കൂട്ടി എത്ര കിട്ടും ദേവന? 11. അപ്പൊ 11 ബൈ 2 ദ ഹോൾ സ്ക്വയർ 11 by 2 മൈനസ് 10ൽ നിന്ന് 1 കുറച്ചാൽ 9 9 ബൈ 2 ദ ഹോൾ സ്ക്വയർ. അപ്പോ ഈ 11ന്റെ പകുതി എത്ര ദേവനാരായണ? 11ന്റെ പകുതി 5 1/2. 5ഉം 2ൽ 1 5 1/2 ദ ഹോൾ സ്ക്വയർ മൈനസ് 9ന്റെ പകുതിയോ? 4 1/2. 4 and 1/2 ദ ഹോൾ സ്ക്വയർ. ഓക്കെ, രണ്ടാമത്തെ മനസ്സിലായ എല്ലാവർക്കും? ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ വീണ്ടും ഒരു ചോദ്യം കൂടിയുണ്ട്. അനാമിക ഒന്ന് വായിച്ചേ ആ ചോദ്യം. കമ്പ്യൂട്ട് 135 into 65. നമ്മൾ സാധാരണഗതിയിൽ നേരിട്ട് ഗുണിക്കുക ചെയ്യുന്നത്. പക്ഷെ ഇവിടെ നേരിട്ട് ഗുണിക്കാനല്ല, പകരം ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ നമുക്ക് ആരെയൊക്കെയാ ഗുണിക്കേണ്ടത്? ആരെയൊക്കെയാ ഗുണിക്കേണ്ടത്? 135 into 65. 65 ഗുണിക്കേണ്ടത്. നോക്കാം. അപ്പൊ 135 into 65 ചെയ്യാനായിട്ട് വേണ്ട ഈ മുകളിൽ വട്ടം വരച്ചിട്ടേക്കുന്ന ഇക്വേഷൻ കണ്ടോ? കണ്ടു സർ. അതിനകത്തിലോട്ട്
അതിനകത്തിലോട്ട് അനാമികെ എക്സിന് 135 വൈക്ക് 65 കൊടുത്തെന്ന് പറഞ്ഞാട്ടെ. 135 plus 65 by 2 the whole square minus the whole square minus 135 minus 65 by 2 the whole square. ഇനി അനാമിക ഒന്ന് കൂട്ടി പറഞ്ഞേ. 135 65 കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? 135 65 135 65 കൂടെ കൂട്ടി പറയാം. സാർ കൂട്ടാനല്ലേ? അത് രണ്ടും കൂടെ ആഡ് ചെയ്യാൻ. 135 പ്ലസ് 65. ആഡ് ചെയ്യാൻ പറ്റുന്നില്ലയോ? സാർ ചെയ്യുക. അടിപൊളിയായിട്ട്. 135 65 കൂടെ കൂട്ടിയാലോ? കൂട്ടുമ്പോ സംഖ്യ കുറയുവാന്ന് വെച്ചേ. 135 65 കൂടെ കൂട്ടിയാൽ 200 എത്ര? 200 200/2 the whole square minus ഇനി 135 നിന്ന് 65 ഒന്ന് കുറച്ച് പറഞ്ഞ എത്ര വരുമെന്ന്? 170. അടിപൊളിയായിട്ടുണ്ട്. 135 നിന്ന് 65 കുറച്ചാൽ 170 കൊച്ചേ വരുന്നേ. നിങ്ങൾ ഈ 5, 6, 7 ക്ലാസ്സുകളിലൊന്നും കൂട്ടാനും കുറയ്ക്കാനും പഠിക്കാതാണോ 8ാം ക്ലാസ് പഠിക്കുന്നേ? 135 നിന്ന് 65 കുറച്ചാൽ എത്ര കിട്ടും? 135 നിന്ന് 65 കുറയ്ക്കണം. 5 നിന്ന് 5 കുറച്ചാൽ 0. 3 നിന്ന് 6 കുറയ്ക്കാൻ പറ്റത്തില്ല. ഇപ്പുറത്തുനിന്ന് കടവെടുക്കുമ്പോൾ ഇവിടെ 13 ഇവിടെ 0 ആകും. 13 നിന്ന് 6 കുറച്ചാൽ 7. അപ്പോൾ 70/2 the whole square. 200നെ 2 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? 100. 100ന്റെ സ്ക്വയർ മൈനസ് 70ന്റെ പകുതി. 70ന്റെ പകുതി 35. 35ന്റെ 100ന്റെ സ്ക്വയർ എത്ര? 100ന്റെ സ്ക്വയർ 100ന്റെ സ്ക്വയർ ഉണ്ടെന്നില്ല. 10,000. 10,000 മൈനസ് 35ന്റെ സ്ക്വയർ. കഴിഞ്ഞ ഒരു ദിവസം 15 മുതൽ 95 വരെയുള്ള നമ്പറിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുകയും അതിൻ്റെ ഓൾജിബ്രയൊക്കെ എഴുതുകയും ചെയ്തവരാ. 35ന്റെ സ്ക്വയർ 1225. ഇത് രണ്ടും കൂടെ ഒന്ന് സബ്ട്രാക്ട് ചെയ്ത് പറഞ്ഞേ ഹരിനാരായണ. 10,000 നിന്ന് 1225 ഒന്ന് കുറച്ച് പറഞ്ഞേ. ഹരിയേ, ഹരി ക്ലാസ്സിൽ കുറയ്ക്കുക. സാർ 8,775. 8,775. ഇതാണ് ഏത് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്? 135 ഇൻറ്റു 135 ഇൻറ്റു 135 ഇൻറ്റു വേണ്ട പിള്ളേർ മിണ്ടായിരിക്കുന്നത്. 135 ഇൻറ്റു
65 എന്ന് പറയുന്ന പ്രോഡക്റ്റ്. ഓക്കെ, ശരി. അടുത്ത ഒരു എക്സാമ്പിളോടെ പഠിച്ച് നമുക്ക് ക്ലാസ് നിർത്താം. അതുല്യ, അടുത്ത ക്വസ്റ്റ്യൻ എന്തോന്ന് വായിച്ചേ. Compute 26.5 into 23.5. ഓക്കെ, അപ്പോൾ എക്സ് ഇൻറ്റു വൈക്ക് വേണ്ടി നമ്മൾ പഠിച്ച ഫോർമുല അനുസരിച്ച് എങ്ങനെ എഴുതും നമ്മളിതിനെ? 26.5 പ്ലസ് 23.5 by 2 the whole square മൈനസ് minus 26.5 minus 23.5 by 2 the whole square. ഓക്കെ, അതില്ലേ ഈ 26.5 23.5 കൂടെ ഒന്ന് കൂട്ടി പറഞ്ഞേ. 26.5 23.5 കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? 50.0. എന്ന് പറയുമ്പോൾ 50. അപ്പോൾ 50/2 ദ ഹോൾ സ്ക്വയർ മൈനസ് ഇനി 26.5 നിന്ന് 23.5 കുറച്ച് എത്ര കിട്ടും? 3. അപ്പം 3/2 ദ ഹോൾ സ്ക്വയർ. 50ന്റെ പകുതി എത്ര? 50ന്റെ 25ന്റെ സ്ക്വയർ. 3ന്റെ പകുതി എത്ര? 1.5. 25ന്റെ സ്ക്വയർ എത്ര? 625. 1.5ന്റെ സ്ക്വയർ എത്ര? അതിനാദ്യം 15ന്റെ സ്ക്വയർ എഴുതണം. 2.25. 225. ഇനി 2 സ്ഥാനം മാറ്റി കുത്തിട്ടാൽ 2.25. ഇനി 625 നിന്ന് എന്ന് പറയുമ്പോൾ 625.00 നിന്ന് 2.25 കുറയ്ക്കുകയാണ്. ഇത് 10, ഇത് 9, ഇത് 4. 10ൽ നിന്ന് 5 കുറച്ചാൽ 5, 9ൽ നിന്ന് 2 കുറച്ചാൽ 7, 4ൽ നിന്ന് 2 കുറച്ചാൽ 2, 2, 2. അപ്പോൾ എത്ര കിട്ടും ആൻസർ? 622.75. ഇതാണ് ഏത് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്? 26.5 ഇൻറ്റു 5 ഇൻറ്റു 23.5. ഓക്കെ, ഇത്രയും ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉണ്ടെന്നില്ല? ഇല്ല സർ. ഇല്ല.